റിപ്പോർട്ടർ ടിവിയുടെ പ്രഥമ വ്യവസായ വിശ്വാസ്യത പുരസ്കാരത്തിൽ ആജീവനാന്ത മികവിനുള്ള ലൈഫ് ടൈം എക്സലൻസ് പുരസ്കാരം ലുലു ഗ്രൂപ്പ് MD MA യൂസഫലി ഏറ്റുവാങ്ങി. റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ ഒന്നാം തര വ്യവസായികളാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രഥമ റിപ്പോർട്ടർ ബിസിനസ് റിലയബിലിറ്റി പുരസ്കാരങ്ങളിൽ ആജീവനാന്ത മികവിനുള്ള ലൈഫ് ടൈം എക്സലൻസ് പുരസ്കാരത്തിന് അർഹനായത് ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ MA യൂസഫലിയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുരസ്കാരം സമ്മാനിച്ചു. സാമൂഹിക ഉത്തരവാദിത്തത്തിൽ ഊന്നിയ വ്യവസായങ്ങൾക്കുള്ള റിപ്പോർട്ടർ പ്രൈസ് ഫോർ സോഷ്യലി റെസ്പോൺസിബിൾ ബിസിനസ് പുരസ്കാരം ഇറാം സയന്റിഫിക് സൊല്യൂഷൻസ് MD ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ഏറ്റുവാങ്ങി. ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്ന വ്യവസായ സ്ഥാപനമാണ് ഇറാം സൊല്യൂഷൻസ്. മികച്ച വനിതാ സംരംഭകയായി ഷീമാറ്റി CEO ബീന കണ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഭക്ഷ്യോൽപ്പന്ന വ്യവസായ സ്ഥാപനത്തിനുള്ള ടേസ്റ്റ് മേക്കർ ഓഫ് ദി ഇയർ പുരസ്കാരം സിന്തേറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CV ജേക്കബ് ഏറ്റുവാങ്ങി. ടൂറിസം രംഗത്തെ മികവിനുള്ള പുരസ്കാരം CGH എർത്തിനുവേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജോസ് ഡൊമിനിക് ഏറ്റുവാങ്ങി. മികച്ച കെട്ടിട നിർമ്മാണ സ്ഥാപനത്തിനുള്ള പുരസ്കാരം അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ V സുനിൽകുമാറും മികച്ച വസ്ത്രവ്യാപാര സ്ഥാപനത്തിനുള്ള പുരസ്കാരം ജയലക്ഷ്മി സിൽക്സ് മാനേജിംഗ് പാർട്ണർ N നാരായണക്കമ്പത്തും സ്വീകരിച്ചു. മികച്ച ആഭരണ വിൽപ്പനശാലയ്ക്കുള്ള പുരസ്കാരം കല്യാൺ ജ്വല്ലേഴ്സിനു വേണ്ടി CEO സഞ്ജയ് രഘുരാമൻ ഏറ്റുവാങ്ങി. മികച്ച പാദരക്ഷാ നിർമ്മാതാക്കൾക്കുള്ള പുരസ്കാരം VKC ഫുഡ്വെയർസിന് സമ്മാനിച്ചു. സംസ്ഥാനത്തെ മുൻനിര ഉപഭോക്തൃ ഉൽപ്പന്ന വിതരണ സ്ഥാപനമായ നന്ദിലത് G മാർട്ടിനു വേണ്ടി ഗോപി നന്ദിലത്ത് പുരസ്കാരം സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.